وكل ضلالة في النار. بسم الله الرحمن الرحيم. وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. يا أيها الإخوان والأخوات اتقوا الله عباد الله. أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് നമ്മളെല്ലാവരും എത്തും എന്നുള്ള ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണം എന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യവും ഈമാനും പൂർത്തിയാക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, റിട്ടയർമെന്റ് കാലഘട്ടമാണ് പലപ്പോഴും ചില ഉദ്യോഗ തലങ്ങളിലെങ്കിലും മാർച്ച് മാസം എന്നുള്ളത്. മാർച്ച് മാസത്തിന് മറ്റൊരു പ്രത്യേകത സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന വാർഷികാഘോഷങ്ങളുടെ വാർഷിക പരീക്ഷയുടെ സമയമാണ്. വേനൽ അവധിയിലേക്ക് കുട്ടികൾ കാലെടുത്ത് വെക്കുകയാണ്. വെക്കേഷനാണ് ഇനി വരാൻ പോകുന്നത്. ഒരു മാസം നാം പരിശീലനം റമദാനിലൂടെ ലഭിച്ചതിന് ശേഷമാണ് നമ്മുടെ കുട്ടികൾക്കുള്ള അവധി എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ടുന്ന പ്രത്യേകത. വലിയ കർമ്മ നിരതമായ ജീവിതത്തിന് ശേഷം മറ്റൊരു വലിയ മടിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക എന്നുള്ളത് ഖേദകരമായി നാം ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പൊ റമദാനിൽ ഒരു മാസം ജാഗ്രതയായിരുന്നു. പരീക്ഷയുടെ ജാഗ്രത, റമദാനിന്റെ ജാഗ്രത രണ്ടും കൂടി വന്നപ്പോ ഒന്നുകൂടി വിശ്രമമില്ലാത്ത, തളർച്ചയില്ലാത്ത, നിരാശയില്ലാത്ത ദിനങ്ങളായിരുന്നു കുട്ടികൾക്ക് ഉണ്ടായത്. നമ്മെ പോലെയല്ല, പ്രായമുള്ളവരെ പോലെയല്ല. അവർ നോമ്പനുഷ്ഠിച്ചു, എന്നിട്ട് പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുവാനും ഉറക്കൊഴിക്കുവാനും അവർ മാനസികമായി സജ്ജരായിരുന്നു. പ്രായമുള്ളവരും എല്ലാവിധ ക്ഷീണമുണ്ടെങ്കിലും റമദാനിൽ എന്തോ ആ ക്ഷീണമൊക്കെ മറന്നതുപോലെ, ഇല്ലാത്തതുപോലെ അവരും കർമ്മത്തിൽ നിരന്തരമായി ഉണ്ടായിരുന്നു. ഇനി വേനലവധിയാണ്, നല്ല ചൂടാണ്, കുട്ടികൾ വീട്ടിൽ നിറഞ്ഞു കളിക്കുന്നു, അവരുടെ കളികളുടെ സമയമാണ്. ഈ നേരത്താണ് റമദാനിന്റെ ചൈതന്യവും റിട്ടയർമെന്റ് എന്നുള്ള പ്രായത്തിന്റെ അത് ദുർബലതയാണോ എന്നൊരു ചിന്തയും നാം ഒന്ന് ആലോചിക്കേണ്ടത്. നമുക്കറിയാലോ, വാഹനം നാം പലപ്പോഴും ഫിറ്റ്നസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വീട്ടിലൊരു കത്തി ഉണ്ടെങ്കിൽ കുട്ടികളോട് പറയും, എടാ എടുക്കരുത്, തൊടരുത്, മൂർച്ചയുണ്ട്, കൈമുറിയും, ശ്രദ്ധിക്കണേ എന്നിങ്ങനെ കുട്ടികളോട് വാണിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വാണിങ്ങുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുട്ടികളോട് നമ്മൾ നടത്താറുണ്ട്. പ്രായമുള്ളവരോടും വീട്ടിലുള്ളവർ പറയും, എന്താ പോവല്ലേ, പുറത്തു പോകണ്ടേ, പുറത്തിറങ്ങണ്ടേ, പ്രശ്നമാണ്, അത് കഴിക്കരുത്, ഇന്നത് തിന്നരുത്, കുടിക്കരുത് എന്നിങ്ങനെ മക്കൾ പറയും. കാരണം ഡോക്ടറുടെ നിർദ്ദേശമാണ്. ഇങ്ങനെ പലവിധ ജാഗ്രത പാലിക്കേണ്ടുന്ന അവസ്ഥ നമ്മുടെ വീട്ടിൽ നാം അനുഭവിക്കാറുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ജാഗ്രത കാണിക്കേണ്ടത്. റിട്ടയർമെന്റ് എന്നുള്ളത് കേവലം ഒരു എന്റർടൈൻമെന്റ് മാത്രമായി കാണേണ്ടവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എന്റർടൈൻമെന്റുകൾ ഉണ്ടാവും, പക്ഷെ അത് മടി കാണിക്കുവാനുള്ള അവസരമായി കാണാൻ പാടില്ല. നമുക്ക് അറിയുന്ന ഒരു ഹദീസാണ്, രണ്ട് അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ആരോഗ്യവും ഒഴിവേണയും എന്നുള്ളത്. ഒരു 35 വയസ്സ് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. 50 കഴിയുമ്പോൾ പ്രായമായി എന്ന തോന്നൽ സ്വാഭാവികമായി വരും. ആ തോന്നലോടുകൂടി അവന്റെ ശാരീരികമായ വേദനകൾ സ്വയം ഇല്ലെങ്കിലും ഉണ്ട് എന്ന് മനുഷ്യനെ തോന്നിപ്പിക്കും. എന്നാൽ 20 ആകുമ്പോൾ, 20-ന് മുന്നേ ഞാൻ കുട്ടിയാണ്, എനിക്ക് എല്ലാം എന്റെ പിതാവും മാതാവും തരേണ്ടവരാണ്, അതവരുടെ ബാധ്യതയാണെന്ന ബോധമുണ്ടാകുന്നു. അതുകൊണ്ടാണ് 20 വയസ്സുള്ളപ്പോൾ ബുള്ളറ്റ് വാങ്ങാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ കുട്ടി കാരണക്കാരനായത്. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും വാങ്ങിത്തരൽ നിർബന്ധമാണ്, കാരണം എനിക്ക് ജോലിയില്ല, ജോലി ചെയ്യുവാനുള്ള പ്രായമായിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്റെ ബാധ്യതയാണ്, എന്റെ അവകാശമാണ് അത് കിട്ടൽ എന്ന ബോധം ആ കുട്ടിക്കുണ്ടായപ്പോഴാണ്, ആ തെറ്റായ ധാരണയിലാണ് കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോയത്. ഇപ്പൊ പറഞ്ഞത് 35 വയസ്സെന്ന് പറയുമ്പോൾ ശൈത്താന്റെയും കടലിൽ നടുക്കെന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും അങ്ങനെയാണ്. അവൻ കുട്ടി തന്ന് വിടുകയും ചെയ്തു, പ്രായമായിട്ടുമില്ല, ഉത്തരവാദിത്തങ്ങളുടെ നടുക്കളത്തിലുള്ള ഒരു പ്രായമാണ് 35 വയസ്സ് 40 വയസ്സ് എന്ന് പറയുന്ന പ്രായം. ഈ പ്രായത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും
പ്രായത്തിൻ്റെതായ ഒരു ദുർബലതയും അനുഭവിച്ചിട്ടില്ല, എന്നാൽ പ്രായമാകുമെന്നുള്ള ബോധമുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വത്തെ എടുത്തു പറഞ്ഞത്. യുവത്വത്തിലുള്ള പ്രായത്തിന്, യുവത്വത്തിലുള്ള പ്രവർത്തനത്തിന് അർശിന് തണൽ ലഭിക്കുമെന്ന് പറയാനുള്ള കാരണം, ആ പ്രായം എന്നുള്ളത് ഒരു നടുക്കടത്തിലുള്ള ഒരു പ്രായമാണ്. ഒരു കടലിന്റെ നടുവിലിട്ടാൽ എങ്ങനെ ഉണ്ടാവുക, ആ അവസ്ഥയാണ്. കാരണം പിന്നിൽ നോക്കിയാൽ മക്കളുണ്ട്, മുന്നിൽ നോക്കിയാൽ എന്റെ ഉത്തരവാദിത്തത്തിൽ കഴിയേണ്ടുന്ന മാതാപിതാക്കളും പ്രായമുള്ളവരുമുണ്ട്. അങ്ങനെ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ പുകയുന്ന ഒരു പ്രായമാണ് 35 വയസ്സിന്റെയും 50 വയസ്സിനും ഇടയിലുള്ള പ്രായം. പുകയുന്ന പ്രായമാണ്. നമ്മളറിയാലോ, ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ, പ്രായമുള്ളവരൊക്കെ പറയും, സ്വസ്ഥായി, മക്കളൊക്കെ കെട്ടിച്ചു, എനിക്ക് പണ്ട് ഇങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ സമാധാനിക്കുന്ന ഒരു പ്രായമാണ് 60 കഴിയുമ്പോൾ. എന്നാൽ 30, 35, 40, 45, 50 എന്ന് പറയുമ്പോൾ വല്ലാത്ത പ്രയാസത്തിൽ ഉണ്ടാകുന്ന, വീട് വേണം, മക്കൾ വലുതാകുന്നു, അവരെ പഠിപ്പിക്കണം, കെട്ടിക്കണം, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ. അപ്പോ ഇവിടെ ആ പ്രായക്കാർക്ക് പ്രത്യേകമായി ഇസ്ലാം എടുത്തു പറഞ്ഞു. എന്റെ വിഷയം നമ്മുടെ ആ നേരത്ത് അല്ലാത്ത കുട്ടികളുടെയും വാർദ്ധക്യമുള്ളവരുടെയും വിഷയമാണ്. കുട്ടികൾക്കും വാർദ്ധക്യമുള്ളവർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് മടി എന്നുള്ള വിഷയമാണ്. നമുക്കറിയാലോ, വിശ്രമം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കും. ഒന്ന് റിലാക്സ്, കുറച്ച് വിശ്രമിക്കണം, ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പലരും പൈസ കൊടുത്ത്, പണം കൊടുത്ത് പല പാർക്കുകളിൽ പോയി ഇരിക്കുന്നത് വിശ്രമം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും മക്കളും കാറെടുത്തു, വണ്ടിയെടുത്തു പോയി ഒരു പാർക്കിൽ പോയി അവിടെ തുക അടച്ച് ആ പാർക്കിൽ പോയി ഇരിക്കുന്നു. വീട്ടിൽ എന്തുകൊണ്ട് ഇരിക്കുന്നില്ല? മാനസികമായി അവരുടെ തോന്നൽ, നമ്മുടെ തോന്നൽ വിശ്രമം കിട്ടണമെങ്കിൽ എവിടെ പോകണം? പാർക്കിൽ പോകണം എന്നുള്ളതാണ്. അപ്പോ വിശ്രമം എന്നുള്ളത് മനുഷ്യന്റെ ആഗ്രഹമാണ്. അഹ്മദ് ഹംബലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, നമുക്ക് വിശ്രമിക്കാൻ അനുവാദമുണ്ടോ? അപ്പൊ അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞത്, എപ്പോഴാണ് സമാധാനത്തോടെ വിശ്രമിക്കുക എന്നറിയുമോ? നിങ്ങളുടെ കാൽപാദം സ്വർഗത്തിലേക്ക് എപ്പോഴാണോ വെക്കുക, അപ്പോഴാണ് നിങ്ങൾക്കുള്ള വിശ്രമം എന്നാണ്. ഇത് നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പദമാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അത് അടിവരയിടണം എന്ന് പറയാൻ കാരണം, അത് കൃത്യമായി ഉൾക്കൊള്ളണം. സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മുടെ വിശ്രമ സമയം എന്നാണ്. ഞാൻ ഓതി വെച്ചത് സൂറത്ത് നബയിലെ ആയത്തുകളാണ്. സൂറത്ത് നബ എന്ന് പറഞ്ഞ അമ്മ യതസ്സാഅലൂൻ തുടങ്ങുന്ന 30-ാം ജുസിന്റെ തുടക്കത്തിലുള്ള സൂറത്താണ്. അതിലുള്ള 9, 10, 11 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. നമുക്കറിയാം, ഉറക്കിനെ കുറിച്ചാണ് അതിൽ പറഞ്ഞ ഒരു പ്രയോഗം. ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാണ് എന്ന് പറഞ്ഞു. അപ്പൊ വിശ്രമം എന്നുള്ളത് എപ്പോഴാണ്? മനുഷ്യന്റെ ജീവിതത്തിൽ അധ്വാനിക്കുമ്പോ, കഷ്ടപ്പെടുമ്പോ, പ്രയാസപ്പെടുമ്പോ ശരീരത്തോട് ബാധ്യതയുണ്ട്, അല്ലെ? ഇന്നലി ഐനിക ഹഖ് എന്ന് പറഞ്ഞു, കണ്ണിനോടൊരു ബാധ്യതയുണ്ട്. ഇന്ന ഫീലി ജസദിക ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരീരത്തോടൊരു ബാധ്യതയുണ്ട്. ഉറങ്ങാത്ത ഒരു മനുഷ്യനോട് അല്ലാഹ് റസൂല് പറഞ്ഞതാണ്, നീ ഉറങ്ങണം, കാരണം കണ്ണിനോട് ബാധ്യതയുണ്ട് എന്നാണ്. ശരീരത്തിനോട് ബാധ്യതയുണ്ട്. ഒരു മനുഷ്യൻ നോമ്പെടുത്തു, ക്ഷീണമൊന്നും ആവുന്നില്ല. അപ്പൊ ക്ഷീണമാവണമല്ലോ, നോമ്പെടുത്താൽ ക്ഷീണമാവണം, അല്ലെങ്കിൽ കൂലി കുറഞ്ഞു പോകും എന്ന് തെറ്റിദ്ധരിച്ചൊരു സഹാബി വെയിലത്ത് പോയി നിൽക്കുകയാണ് ക്ഷീണമാകാൻ വേണ്ടിയിട്ട്. അല്ലാഹു റസൂൽ അതിന് വിലക്കിയിരുന്നു. അങ്ങനെ ക്ഷീണം ആക്കേണ്ടതൊന്നല്ല, കാരണം ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ ആ രൂപത്തിൽ വിശ്രമം ആവശ്യമാണ്. അധ്വാനിക്കുമ്പോൾ വിശ്രമം ആവശ്യമാണ്. അവിടെയാണ് തറാവീഹ് എന്നുള്ള പേര് ഇവിടെ ഓർക്കേണ്ടത്. തറാവീഹ്, ഖിയാമുൽ ലൈൽ, ഖിയാമു റമളാൻ, അല്ലെ, തഹജ്ജുദ്, തറാവീഹ്, വിത്ർ, ഇതൊക്കെ നമുക്ക് അറിയുന്ന പേരുകളാണ്. നമ്മുടെ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ അയാളെ പുതിയാപ്പിളയെന്ന് വിളിക്കും. ആരാ വിളിക്കുക? മകളുടെ ഉപ്പയും ഉമ്മയും വിളിക്കുക, പുതിയാപ്പിളയെന്നാ വിളിക്കുക, അല്ലെ? അന്ന് അയാളുടെ ഉമ്മ എന്താ വിളിക്കുക? മോനെന്നാ വിളിക്കുക. അയാളുടെ അനുജൻ എന്താ വിളിക്കുക? ഇക്കാക്കാന്നാ വിളിക്കുക. ഒരു വ്യക്തിയെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അതേപോലെ നിസ്കാരം തറാവീഹ് എന്നും, ഖിയാമുൽ ലൈൽ എന്നും, ഖിയാമു റമളാൻ എന്നും, തഹജ്ജുദ് എന്നും, വിത്ർ എന്നും ഒക്കെ അറിയപ്പെടുന്നു. എന്റെ വിഷയം അതൊന്നല്ല. ഇവിടെ തറാവീഹ് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ? ഇടയ്ക്കിടെ തർവീഹത്ത് വരുന്നത് കൊണ്ടാണ്, വിശ്രമം വരുന്നത് കൊണ്ടാണ്. 2 നിസ്കരിക്കുന്നു, കുറച്ചു നേരം ഇരിക്കുന്നു, വീണ്ടും 2 നിസ്കരിക്കുന്നു, കുറച്ചു നേരം ഇരിക്കുന്നു.
അങ്ങനെ തർവിഹത്ത് വരുന്നത് കൊണ്ട്, വിശ്രമം വരുന്നത് കൊണ്ടാണ് ആ നിസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് വന്നത്. ഇനി ഏതായാലും ആ വിഷയം പറഞ്ഞതുകൊണ്ട് അതിന്റെ പൂർത്തിയാക്കാലോ. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് എന്ന് പറയും, രാത്രി നിസ്കരിക്കുമ്പോൾ ഖിയാമുൽ ലൈൽ എന്ന് പറയും, രാത്രി റമദാൻ നിസ്കരിക്കുമ്പോൾ ഖിയാമു റമദാൻ എന്ന് പറയും, അത് ഒറ്റയാക്കുമ്പോൾ വിത്ർ എന്ന് പറയും. സംഗതി എല്ലാം ഒരേ സംഗതിയാണ്, ഒന്നാണ്, പേരുകൾ മാത്രമേ വ്യത്യസ്തതയുള്ളൂ. അത് അതിനെ സാമറികമായി സൂചിപ്പിച്ചതാണ്. അപ്പൊ പറഞ്ഞത് ഇവിടെ വിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിസ്കാരത്തിൽ പോലും തുടർച്ചയായി നിസ്കരിക്കേണ്ടതില്ല, അതിൽ പോലും വിശ്രമം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തറാവീഹ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ബഖറ ഓതുന്നു, ചിലപ്പോൾ ആൽ ഇംറാൻ കൂടി ഓതുന്നു. അപ്പൊ ഒരുപാട് നേരം നിൽക്കുന്നു, അപ്പൊ കുറച്ചു നേരം എന്ത് വേണം? വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ടാണ് തറാവീഹ് എന്ന പേര് പോലും വന്നത് എന്നാണ്. അപ്പൊ വിശ്രമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഇരിക്കുവാനുള്ള അവകാശമോ അവസരമോ അല്ല. പിന്നെ എന്താ? ഒരു പ്രവർത്തനത്തിൽ നിന്നും നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ അവയവങ്ങൾ തളരുമ്പോൾ റിലാക്സ് കൊടുക്കാൻ, ഒരു എന്റർടൈൻമെന്റ് കൊടുക്കാനുള്ള ഒരു വേദി മാത്രമാണ്, സംഗതി മാത്രമാണ് എന്ത്? വിശ്രമം. നമ്മുടെ വിശ്രമം എങ്ങനെയാ? നമ്മുടെ അവയവങ്ങൾക്കുള്ള ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ് വിശ്രമം എന്നുള്ളത്. അതാണ് ഖുർആൻ ഉറങ്ങണം എന്ന് പഠിപ്പിച്ചത്. ഒരു സഹാബി വന്നുകൊണ്ട്, 3 സഹാബികൾ വന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തിയപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ലാഹു റസൂൽ രാത്രി നിസ്കരിക്കണ്ടല്ലേ? ആവും, ഞങ്ങളൊക്കെ പാപികളും തെറ്റ് ചെയ്യുന്നവരാണ്. അല്ലാഹു റസൂൽ എന്ന് പറഞ്ഞാൽ എല്ലാ കുറ്റത്തിലും സംരക്ഷിക്കപ്പെട്ടയാളാണ്. എന്നിട്ടും രാത്രി ഒരുപാട് നേരം നിസ്കരിക്കുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാൻ തന്നെ പറ്റൂല. കാരണം റസൂലുള്ളാഹിന്റെ ഉറങ്ങാലോ, തെറ്റൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഉറങ്ങാൻ തന്നെ അവകാശമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ രാത്രി ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഉറങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശരീരത്തോട് ബാധ്യതയുണ്ട്. കാരണം ഉറക്കം എന്താണ്? വജഅൽനാ നൗമകും സുബാത. ഉറക്കം എന്നുള്ളത് വിശ്രമമാണ്. അപ്പം ജീവിതത്തിൽ വിശ്രമം ആവശ്യമാണ്. പക്ഷെ ആ വിശ്രമം എന്തിനു വേണ്ടിയായിരിക്കണം? അടുത്ത അമലിനാണ്. എന്തിനാ ഉറങ്ങുന്നത്? ഒരേ ഉറക്കം ഉറങ്ങാനാണോ? അല്ല. ഒരു രസത്തിനാണോ? അല്ല. വെറുതെയാണോ? അല്ല. സമയമുള്ളതുകൊണ്ടാണോ? അല്ല. പിന്നെ എന്തിനാ? അധ്വാനത്തിന് ശരീരത്തെ തളർച്ച വരാതിരിക്കാൻ, അധ്വാനത്തിൽ നിന്നും ശരീരത്തിന് ഒന്നുകൂടി ഉന്മേഷം കിട്ടാനാണ് ഉറക്കം എന്നുള്ളത്. അപ്പൊ വിശ്രമം എന്നുള്ളത് അടുത്ത ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വിശ്രമം. പക്ഷെ നമ്മുടെ വിശ്രമം എങ്ങനെയാ? മടിയാണ്. മടി പറ്റൂല. വജഅൽനാ നൗമകും സുബാത. ഇവിടെ ഒന്നുകൂടി നാം മനസ്സിലാക്കേണ്ടത്, രാത്രികളിൽ ഇപ്പൊ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി ഇറങ്ങുക, പകൽ ഉറങ്ങുക എന്നുള്ളത് അല്ലേ? നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെയാണ്, രാത്രി അങ്ങനെ പോകും. എന്താ പേര്? ഇപ്പോ ഈ ടർഫുകളുടെ കാലഘട്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദുരന്തമാണ് ടർഫുകളും അതേപോലെ കവലകളിലെ കടകളും അല്ലെ. രാത്രി ഇങ്ങനെ ഇറങ്ങുക, രാവിലെ ഉറങ്ങുക. അപ്പൊ ഈ രാത്രി ഈ രൂപത്തിൽ പകലുകളിൽ, രാത്രികളിൽ അങ്ങാടികളിൽ കറങ്ങി നടക്കുന്ന കുട്ടികളും ചെറുപ്പക്കാരും ആണെങ്കിലും, റൂമുകൾക്കുള്ളിൽ ഡിവൈസുകളിൽ, മൊബൈലുകളിൽ ഉറക്കമൊഴിക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, ആവശ്യമില്ലാത്ത അത്തരം പ്രവണതകൾ ഖുർആനിക ആയത്തിന് വിരുദ്ധമായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. വെറും പുറത്ത് കറങ്ങുന്ന കുട്ടികളെ മാത്രമൊന്നുമല്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് വെറുതെ സമയം കളയാം, മൊബൈലിൽ കുത്തി 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 ഇങ്ങനെ സമയം കളയാം. നിങ്ങൾ ഉറക്കം വിശ്രമമാക്കി എന്നാണ്. പിന്നെ പറഞ്ഞത് രാത്രിയാണ്, രാത്രിയെ വസ്ത്രമാക്കി എന്നാണ്. പിന്നെ പറഞ്ഞത് പകലാണ്, പകലിനെ ജീവിക്കുവാനുള്ള, അധ്വാനിക്കുവാനുള്ള സമയമാക്കി എന്നാണ്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെ ബയോളജിക്കൽ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ രൂപത്തിൽ നമ്മൾ സമയത്ത് എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ രാത്രിയെയും പകലിനെയും നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് മറ്റൊരായത് ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അല്ലേ? ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് ഉണ്ടാവണം. അപ്പൊ രാത്രി കിടന്നു, ഒരു 9 മണിക്കോ 10 മണിക്കോ കിടന്നു, അവര് ജീവിതത്തിൽ ആവശ്യമായ, ശരീരത്തിന് ആവശ്യമായ സമയം കൃത്യമായി ഉറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞ് എന്ത് വേണം? രാത്രി എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥിക്കുന്നു, നിസ്കരിക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു? സുന്നത്ത് നിസ്കരിക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നു, സുബഹി നിസ്കരിക്കുന്നു. അല്ലെ? ഇതൊരു മനുഷ്യന്റെ ജീവിത ചക്രമായി മാറണമെന്നാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കാൻ കഴിയൂല. എന്തുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത? നല്ല ക്ഷീണമുള്ളതുകൊണ്ടാണ്. എത്ര ക്ഷീണമുള്ള മനുഷ്യനും 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉറക്കം തയും, ഉറക്ക് മാറും, ഉറക്ക് ഞെട്ടും. പക്ഷെ അതെന്താ ഞെട്ടാതിരിക്കാൻ കാരണം? ഞെട്ടുവാനുള്ള മാർഗം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മടി ഇല്ലാതെയാകുവാനുള്ള കുറെ മാർഗങ്ങൾ പറഞ്ഞപ്പോ ഒരു മാർഗം ഭക്ഷണം മിതമായി കഴിക്കുക എന്ന് പറഞ്ഞു. കുലു വശ്റബു വലാ തുസ്രിഫു. തിന്നണം, കുടിക്കണം, അമിതമാകരുത് എന്ന് പറഞ്ഞു.
രണ്ടാമത്തെ മാർഗ്ഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണം ഇശാഇന് മുമ്പായിരുന്നു എന്നുള്ളത്. ചിലപ്പോൾ എല്ലാവർക്കും അത് പ്രായോഗികമാക്കാൻ പറ്റുമോ ഇല്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇശാന് മുമ്പായിരിക്കണം എന്നുള്ളത്. ഈ പുതിയ കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ആരോഗ്യ വിദഗ്ധന്മാർ എന്ന് പറയുന്നവർ അവർ പറഞ്ഞെന്താ, നമ്മള് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ ശേഷം ഉറങ്ങിയാൽ, ഇപ്പൊ 3 മണിക്കൂർ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഉറങ്ങിയാൽ അവർക്കൊന്ന് രാവിലെ നേരത്തെ ഉണരാൻ പറ്റും, മറ്റൊന്ന് നന്നായി ഉറങ്ങാൻ പറ്റും, മറ്റൊന്ന് അവർക്ക് ഒരുപാട് ആരോഗ്യപരമായ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണം ഇശാഇന് മുമ്പായിരുന്നു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, മഗ്‌രിബ് നിസ്കരിച്ചു, ഇവിടെ രാത്രി ഭക്ഷണം കഴിച്ചു, എന്നിട്ട് പള്ളിയിൽ പോകുന്ന ഇശാ നിസ്കാരം കഴിക്കുന്നു. ഇശാ നിസ്കാരം കഴിയുന്നു, വീട്ടിലേക്ക് വരുന്നു, കിടക്കുന്നു. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാതായിട്ട് അർത്ഥം. അപ്പൊ എത്ര മണിക്കൂർ കിട്ടും? ഏറെക്കുറെ 2 മണിക്കൂർ അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇശാഇന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച് ഈ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കണം എന്നർത്ഥം. 10 മണിക്കോ 11 മണിക്കോ അതിന് മുന്നെയോ ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടായാൽ, നമുക്കൊരു 20 വയസ്സ് കഴിഞ്ഞാൽ 6 മണിക്കൂറോ മറ്റോ ഉറങ്ങണം എന്ന് പറയുന്നു, ആ വർക്ക് കൃത്യമായി നമുക്ക് ലഭ്യമാണ്. അങ്ങനെയാണെങ്കിൽ രാവിലെ 4 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നു. 4 മണിക്ക് എഴുന്നേറ്റ് ഒരു 3 റക്അത്തെങ്കിലും റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? നിർവഹിക്കാൻ പറ്റുന്നു. ഇനി അത് അങ്ങനെ തീരെ എഴുന്നേൽക്കാൻ പറ്റൂലേ എങ്കിൽ ഇശാന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 3 റക്അത്തോ മറ്റോ നിസ്കരിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അപ്പൊ ഏതായാലും ആ രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി കിടക്കുന്നതും പ്രാർത്ഥനയോടെ ആവുക എന്നുള്ളത് മുഖ്യമായ ഘടകമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ച പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി. ഈ പ്രാർത്ഥന അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല, ആരുമില്ല. ആ പ്രാർത്ഥന എന്താ? അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ ഇസ്തിആദ ചെയ്യുന്നു. അഊദു എന്നുള്ള പദം നമുക്കറിയാം. അഊദു ബി റബ്ബിൽ ഫലഖ്, അഊദു ബി റബ്ബിൻ നാസ്. അഊദു, ഞാൻ അഭയതേട്ടം നടത്തുകയാണ്. അഭയതേട്ടം എന്ന ഭയമില്ലാത്ത അവസ്ഥക്കാണ് അഭയം എന്ന് പറയുക. ഭയത്തിൽ നിന്നുമുള്ള രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് തേട്ടം നടത്തുകയാണ്, അഭയതേട്ടം എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, എന്തിൽ നിന്നാണ് എന്റെ അഭയതേട്ടം? എന്തിൽ നിന്നാണ് എനിക്ക് രക്ഷ കിട്ടേണ്ടത്? എനിക്ക് പേടിയാണ് 2 സംഗതി. എന്താ പേടി? മിനൽ അജ്സി, എനിക്കുള്ള ശക്തി കുറവാണ്, അശക്തതയാണ്, എനിക്കുള്ള കഴിവുകേട്. എന്നാ കഴിവുകേട് എന്ന് പറയാൻ മനസ്സിലാവും അല്ലെ? എന്റെ കഴിവുകേടാ നമ്മൾ പറയാറുണ്ട്. കഴിവുകേടിൽ നിന്നും അല്ലാഹുവേ ഞാൻ അഭയം തേടുകയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന വൽ കസ്ലി, മടിയിൽ നിന്നും, അലസതയിൽ നിന്നും, മടിയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുകയാണ് എന്നാണ്. ഇത് അറിയാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിലില്ല. ഇനി അറിയാത്ത ആരെങ്കിലും പഠിക്കാൻ പണിയൊന്നുമില്ല. അല്ലാഹുമ്മ നമുക്കൊക്കെ അറിയാം, ഇന്നി അഊദു ബിക അതും നമുക്കറിയാം. പിന്നെന്താ അറിയേണ്ടത്? മിനൽ അജ്സി, അജ്സ് എന്നുള്ള പദം അത് നമുക്കറിയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി. പിന്നെ അടുത്തത് വൽ കസ്ലി, കസ്ലിൽ നിന്നും. മറ്റൊരു ഹദീസിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി എന്ന് മാത്രവും വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് കസ്ലി? അലസത എന്നുള്ളത്. മടിയിൽ നിന്നും റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചു. എപ്പോഴൊക്കെ? രാവിലെയും പ്രാർത്ഥിച്ചു, വൈകുന്നേരവും പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് 2 നേരവും പ്രാർത്ഥിക്കാൻ കാരണം? അത്രയും ഗൗരവമായതുകൊണ്ടാണ്. ആ പ്രാർത്ഥന തുടങ്ങിയത് എങ്ങനെയാ? അഊദു പറഞ്ഞിട്ടാണ്. അഊദു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള കാര്യങ്ങൾക്കാണ് ഇസ്തിആദത്ത് ഉണ്ടാവുക എന്നാണ്. മനുഷ്യനെ അറിയാതെ പിടികൂടുന്ന സംഗതിയാണ് ഇസ്തിആദത്ത് ചെയ്യുക. അപ്പൊ ശൈത്താൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്തുകൊണ്ടാ? ആ ശൈത്താൻ നമ്മൾ അറിയാതെയാണ് പഴപ്പിക്കുക. അതുകൊണ്ടാണ് അഊദു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അഊദു എന്ന് പറഞ്ഞത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ആ ഖന്നാസിൽ നിന്നാണ് അഊദു എന്ന് പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പൊ എന്തുകൊണ്ടാ കാരണം? ഈ വസ്വാസ് എന്നുള്ളത് നമ്മൾ അറിയാതെ പിടികൂടുന്ന ഒരു സംഗതിയാണ്. അപ്പോ ഇസ്തിആദത്ത്, അഊദു എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും നമ്മോട് പഠിപ്പിച്ചതുമായ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി. ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കണം, ഓർപ്പിക്കണം. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പ്രയോഗം ഇഅ്മലു വലാ തത്തക്കിലു എന്നാണ്. ഒന്ന് എല്ലാവരും ഒതുങ്ങിയിരുന്നാല് എന്നാണ്. നിങ്ങൾ അമല ചെയ്യണം. ഞാനിതൊക്കെ അല്ലാഹുവിനെ ഏൽപ്പിച്ചു നട്ട് ഇരിക്കാൻ പറ്റൂല. അധ്വാനിക്കണം, പണിയെടുക്കണം, കഠിനാധ്വാനം നടത്തണം, ജോലി ചെയ്യണം. കുറച്ച് ആൾക്കാർ മദീന പള്ളിയിൽ വന്നിരുന്നത്രേ. അപ്പൊ പണിക്കൊന്നും പോകുന്നില്ല, എപ്പോഴും അവർ പള്ളിയിൽ തന്നെ ഉണ്ടാവും. ഏത് വക്ത് വന്നാലും പള്ളിയിൽ ഉണ്ടാവും. ഉമർ ഖാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ പള്ളിയിൽ തന്നെ കാണുന്നത്, ജോലിക്കൊന്നും പോകുന്നില്ലേ? ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു,
അള്ളാഹു നോക്കിക്കോളും എല്ലാം, ഞങ്ങളുടെ റിസ്ക് അള്ളാന്റെ അടുത്താണ്, അള്ളാഹ് നോക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അവിടെയാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത് നിങ്ങൾ ദീനിനെ നശിപ്പിക്കാൻ പാടില്ല. തുമിത്ത് മൗത്ത് നട മരിപ്പിക്കാം, നിങ്ങൾ ദീനിനെ നശിപ്പിക്കാൻ പാടില്ല എന്ന് ആ കൂട്ടരോട് ഉമർ റളിയല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉന്മേഷവാന്മാരാവണം എന്ന് പറഞ്ഞു. അവിടെ റസൂലുള്ളാഹിയുടെ ഹദീസ് അദ്ദേഹം കേൾപ്പിച്ചു എന്നാണ്, നിങ്ങൾ ഉപകാരമുള്ളതിൽ ആർത്തി കാണിക്കണം, ഉപകാരമുള്ളതിൽ ആർത്തി കാണിക്കണം. അല്ലാഹുവോട് ഇസ്തിഗാസ തേടണം, സഹായതേടം നടത്തണം. വലാ തഅ്ജിസ്, നിങ്ങൾ ശക്തിയില്ലായ്മ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ സ്ഥിരമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവർക്ക് എന്തുണ്ടാവില്ല? അശക്തത ഉണ്ടാവില്ല, ദുർബലത ഉണ്ടാവില്ല എന്നർത്ഥം. നമുക്ക് അറിയുന്ന ഒരു ആയത്താണ്, നിങ്ങൾ അള്ളാഹുവോട് ഇസ്തിആനത്ത് ഉണ്ടാവണം, പ്രാർത്ഥിക്കണം, സഹായതേട്ടം വേണം. എങ്ങനെ? സഹനത്തോടെ നിങ്ങൾ അള്ളാഹുവോട് ഇസ്തിഗാസ തേടണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ അഹബ്ബു ഇലല്ലാഹി തആല മിനൽ മുഅ്മിനി അൽ-ലഈഫ്. ദുർബലനായ ഈമാനുള്ളതിനേക്കാൾ, ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ശക്തനായ വിശ്വാസിയാണ്. എന്താ ശക്തിയുടെ പ്രത്യേകത? എന്താ? എങ്ങനെ ശക്തി തിരിയ? നല്ല മസിൽ പവറുള്ള, ഊർജമുള്ള, നല്ല കവിള് തുടുത്ത, കവിള് ചുളിയാത്ത ഒരാളെ നോക്കിയിട്ടാണോ ശക്തി എന്ന് പറയുക? അല്ല, ഈമാനിന്റെ ശക്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്താ ഈമാനിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ? പതറൂല, പെട്ടെന്ന് ചിത്രത ഉണ്ടാവില്ല, പതറിപ്പോവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നടത്തിയ പ്രാർത്ഥന നമ്മൾ സൂചിപ്പിച്ചതാണ്. ബദറിൽ മഗ്‌രിബിന് ശേഷം തുടങ്ങിയ പ്രാർത്ഥന ബദർ യുദ്ധം തീരുന്നത് വരെ പ്രാർത്ഥിച്ചു എന്നാണ്. മണിക്കൂറുകളാണ് പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ട് അത്രയും നേരം പ്രാർത്ഥിക്കുവാനുള്ള പ്രചോദനം എന്താ? മനസ്സിന്റെ ഉറപ്പാണ്, മനസ്സിന് ദൃഢതയാണ്. അല്ലെങ്കിൽ മഗ്‌രിബിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ബദർ അല്ലാഹ് ഏൽപ്പിച്ചിട്ട് വന്നതാണല്ലോ, ഇവിടെ രക്ഷപ്പെടും. അങ്ങനെയല്ല. ബദറിൽ മഗ്‌രിബ് മുതൽ പാതിരാത്രിയും സുബഹിയുടെ നേരത്തും അർദ്ധരാത്രിയും അത്താഴ നേരത്തും സുബഹിക്ക് ശേഷവും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുവാനുള്ള പ്രചോദനം എന്താ? അൽ മുഅ്മിനുൽ ഖവിയ്യ്, അതാണ് ശക്തി എന്നുള്ളത്. അപ്പൊ ശക്തിയുള്ള മുഅ്മിൻ, ഈമാനുള്ള മുഅ്മിൻ, അതാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടം ദുർബലനായ മുഅ്മിനിനേക്കാൾ. അപ്പൊ നമ്മുടെ മനസ്സ് നോക്കണം, പതറിപ്പോകാറുണ്ടോ? ചിത്രത ഉണ്ടാവാറുണ്ടോ? നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? നമുക്ക് കൃത്യമായി മനസ്സിനെ ചാഞ്ചാട്ടമില്ലാതെ നിർത്താൻ തയ്യാറുണ്ടോ? അതിന് വേണ്ടിയുള്ള മാർഗം എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. ഈ പ്രാർത്ഥന പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധം നിലനിർത്തണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഖബർ സ്വർഗ്ഗപൂന്തമാക്കി മാറ്റി തരുവാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരാള് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ അവർക്ക് പരിപൂർണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണമായ ആരോഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹുവേ അവർക്ക് സന്തോഷത്തോടെ അമലുകളും ഇബാദത്തുകളും ചെയ്യുവാനുള്ള ആരോഗ്യവും ഈമാനും പ്രദാനം ചെയ്യാറുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ജാഗ്രത ആവശ്യമാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ജാഗ്രത ഉണ്ടാവണം. ഒരു ജോലിക്കാരന്റെ ജീവിതത്തിലും ജാഗ്രത ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് കൂടെ നടന്നാൽ എത്താറില്ലായിരുന്നു എന്നാണ്. അപ്പോൾ ആയിഷ ബീവി നടക്കുമ്പോൾ വേഗം ഓടേണ്ടി വരുന്നു. ആയിഷ ബീവിക്ക് ഓടേണ്ടി വരുന്നുണ്ട് നബിന്റെ കൂടെ നടക്കുമ്പോൾ. ആയിഷ ബീവി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ വെക്കുമ്പോൾ ഉറപ്പിച്ചിട്ടാണ് കാലുകൾ വെച്ചത് എന്നാണ്. നമ്മൾ പട്ടാളക്കാരുടെ നടത്തവും അവരുടെ മാർച്ചൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു കാലുകൾ ഉറപ്പിച്ചു വെച്ചിരുന്നു, അത് വേഗത്തിൽ വെച്ചിരുന്നു. ഹദീസിൽ വന്ന ആയിഷ ബീവിയുടെ റിപ്പോർട്ടാണ്.
മാത്രമല്ല ഒരു മലമുകളിൽ നിന്നും ഇറങ്ങുമ്പോൾ കാണിച്ചിരുന്ന ശ്രദ്ധയും നടത്തത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധയും ജാഗ്രതയും ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് എപ്പോഴാണ് ഉദ്ധരിക്കുന്നുണ്ടാവുക? റസൂലുള്ള 40 വയസ്സിൽ അല്ലെ? ഈ സംഭവമൊക്കെ വരുന്നത് മദീനത്തിന് ശേഷമാണ്. എന്നാൽ 53 വയസ്സിന് ശേഷമാണ്. 53 വയസ്സിന് ശേഷമാണ് ഈ സംഗതികളൊക്കെ പറയുന്നത്. റസൂലുള്ള മലയുടെ മുകളിൽ നിന്നും ഇറങ്ങുന്നത് പോലെ നടന്നിരുന്നു, നല്ല വേഗത്തിൽ നടന്നിരുന്നു, ജാഗ്രതയോടെ നടന്നിരുന്നു. ആ റസൂലുള്ളയാണ് തന്റെ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞ നിങ്ങൾ നീണ്ടു നിവർ നടക്കണം, നേരെ നടക്കണം എന്നാണ്. ഇവിടെ നെഞ്ചുന്തി നടക്കണം എന്ന് പറയുമല്ലോ അല്ലെ? നേരെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വളയാതെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ജാഗ്രത, ഒരു മനുഷ്യനുണ്ടാവേണ്ട ജാഗ്രതയാണ്. സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് പറഞ്ഞു അല്ലെ? പിന്നെ വക്രതയില്ലാതെ, വളച്ചു കെട്ടില്ല, നേർക്ക് നേരെ പറയണം എന്ന് പറഞ്ഞു. കുത്തി പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ? കുത്തി പറയാൻ, നമ്മള് ആക്കി പറയാന്നല്ല പറയുമല്ലോ, അത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോ ജാഗ്രത എന്നുള്ളത് എപ്പോഴും ആ രൂപത്തിൽ ഉണ്ടാവണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൃത്തം എപ്പോഴും നല്ല ഉറച്ച കാലുകളായിരുന്നു. അപ്പൊ നമ്മുടെ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ജാഗ്രത ഉണ്ടാവണം. സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിരുന്നു എന്നാണ്. റസൂലുള്ളാഹിന്റെ ആ മിമ്പറിൽ അവസ്ഥയിലൊക്കെ കാണുന്നുണ്ട്. റസൂലുള്ള ചില ആളുകൾ ചോദിക്കുന്നല്ലേ, എന്താ നിങ്ങളെന്ത് ഇങ്ങനെ കാണുന്നത് അല്ലെ? റസൂലുള്ള മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ മുഖത്ത്, ഒരു മൂലയിൽ ഒരാൾ ഇരിക്കുകയായിരുന്നു. അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്, നിങ്ങളെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്ന് ചെയ്ത് സൗഭാഗ്യമാണ് ചോദിക്കുകയാണ്, എന്താ നിങ്ങളെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ? അപ്പൊ മുഖത്ത് നോക്കി സംസാരിച്ചിരുന്നു. ഒരിക്കൽ റസൂലുള്ള മിമ്പറിലപ്പോൾ ഒരു കുട്ടി മൂലയിൽ ഇരിക്കുകയാണ്. അല്ല മോനെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിരുന്നു. ചിലപ്പോൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്താ കാണാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ജീവിതത്തിൽ ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വിജിലന്റ് ആവണം, ജാഗ്രത ഉണ്ടാവണം. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് എന്താണ്, രണ്ട് കാലാവസ്ഥ. ഒന്ന്, നല്ല മഴക്കാലം ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ പറയും അല്ലെ, നല്ല മഴയില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലെ, വല്ലാത്തൊരവസ്ഥ എന്ന് പറയും. നല്ല വെയിലാകുമ്പോൾ, നല്ല ചൂടാകുമ്പോഴും അതേ വർത്താനം നമ്മൾ പറയും, നല്ല ചൂടല്ലേ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഈ നല്ല ചൂട് കാലം നമ്മളെ പൊതുവെ മടിയനാകും, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നൂല. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നും. നല്ല വെയിലാണ്, നല്ല ചൂടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നേരങ്ങളിലാണ് ബന്ധങ്ങൾ തീരെ ഇല്ലാതെ ആയി പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളോടുള്ള ജാഗ്രത പോലെ തന്നെ പടപ്പുകളോട്, മനുഷ്യരോടുള്ള ഇടപെടലിലും ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാണ്, ഈ പ്രായം എന്നുള്ള റിട്ടയർമെന്റ് എന്നുള്ളത് ഒരു കേവലം എന്റർടൈൻമെന്റ് മാത്രമായി കാണണം. അതല്ല, അതിനപ്പുറം എന്തല്ല, വിശ്രമത്തിനുള്ള സമയം അല്ല. വിശ്രമിക്കേണ്ടത് എവിടെയാ? മരിച്ചതിന് ശേഷം. അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ കാലുകുത്തുമ്പോഴേ വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോഴാണ് വിശ്രമം. അതുകൊണ്ടാണ് നെറ്റിയിൽ വിയർപ്പുള്ള അവസ്ഥയിൽ മരിക്കണം എന്നൊക്കെയാണല്ലോ, അധ്വാനിക്കുന്നവരായി മരിക്കണം എന്നാണല്ലോ. അപ്പൊ അധ്വാനം എന്നുള്ളത് നമ്മുടെ ജീവിതം. അധ്വാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പോ ചില ഉദ്യോഗസ്ഥന്മാരല്ലേ, ഇപ്പൊ കലക്ടർ എന്നുള്ളത് അദ്ദേഹം നമ്മളെ പോലെ പുറത്തിറങ്ങി പോയിട്ട് നമ്മൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ? ഒരിക്കലും എന്താ പണി, എന്താ സുഖം എന്ന് പറയും. അപ്പൊ അധ്വാനം എന്നുള്ളത് ഓരോരുത്തരുടെ ശാരീരികമായ മാനസികമായ അവസ്ഥ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കണം. ദിക്റിലൂടെ, തക്ബീറിലൂടെ, ആ രൂപത്തിൽ തഹ്ലീലിലൂടെ, ആ രൂപത്തിൽ തസ്ബീഹിലൂടെ, നിസ്കാരത്തിലൂടെ, സുജൂദിലൂടെ നമ്മൾ അധ്വാനിക്കണം. പരമാവധി സുജൂദുകൾ അധികരിപ്പിക്കാൻ തയ്യാറാവണം. സുജൂദുകൾ അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറെ സുജൂദ് ചെയ്യുക എന്നതുപോലെ അല്ലെങ്കിൽ എന്നതിനേക്കാൾ പ്രാധാന്യമാണ് സുജൂദ് അധികരിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ സുജൂദ് അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? കുറെ സുജൂദ് ചെയ്യാന്നാണ്. അതുകൊണ്ടാണ് ഈ തസ്ബീഹ് നിസ്കാരമൊക്കെ വന്നത് അങ്ങനെയാണ്. അവ്വാബി നിസ്കാരം വന്നത് അതുകൊണ്ടാണ്. അവ്വാബി നിസ്കാരത്തിന്റെ ലക്ഷ്യം പറയുന്നത് സുജൂദിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ സുജൂദുകൾ അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജൂദിന്റെ എണ്ണം കൂട്ടുക എന്നതിനേക്കാൾ ഉപരി സുജൂദിന്റെ വണ്ണം കൂട്ടുക എന്നുള്ളതാണ്, സമയം കൂട്ടുക എന്നുള്ളതാണ്, വലിപ്പം കൂട്ടുക എന്നുള്ളതാണ്. സുന്നത്തിന്റെ പ്രത്യേകത തന്നെ സുജൂദിന്റെ സമയം കൂട്ടുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസ്സരി നൂറ വഫീ സമഇ നൂറ വഫൗഖി നൂറ വതഹ്തി നൂറ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ പള്ളിയിലേക്ക് വരുമ്പോഴുള്ള പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന സുജൂദിൽ അധികരിപ്പിച്ചിരുന്നു എന്നൊരു ഹദീസ് ഉണ്ട്. യക്സുറു ദുആഉ ഫി സുജൂദ്. ആ സുജൂദ്, ആ പ്രാർത്ഥന ഒരു തവണ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുറേ ഉള്ള പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് അധികരിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സുജൂദിന് എത്ര ദൈർഘ്യം ഉണ്ടാവും? 2-ലധികം 3-ലധികം ഉള്ളതിനെ അധികരിപ്പിച്ചു എന്ന് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് എത്ര നേരം ഉണ്ടാവും? ആ ഒരു പ്രാർത്ഥനയാണോ? അല്ല,
അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വജ്ജഹ്തു വജ്ഹി ഇലൈക റബ്ബനാ ആതിനാ ഒരുപാട് പ്രാർത്ഥന സുജൂദിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരോഗ്യത്തിന്റെ പ്രാർത്ഥന സുജൂദിൽ ഒരുപാട് പ്രാർത്ഥന നടത്തിയ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നബി എത്ര നേരം സുജൂദിൽ കഴിഞ്ഞിട്ടുണ്ടാവും? 3 മിനിറ്റാണോ 5 മിനിറ്റാണോ 10 മിനിറ്റാണോ പറയാൻ പറ്റൂല. ചിലത് 10, 15, 20 മിനിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ സുജൂദിന്റെ വലിപ്പം കൂട്ടുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ സുജൂദ് അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ വേഗം നമ്മുടെ മനസ്സിലേക്ക് വരിക സുജൂദിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, വണ്ണം കൂട്ടുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം നാം കൊടുക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ സുജൂദുകൾ അധികരിപ്പിക്കുക എന്നൊരു വലിയൊരു ഘടകമാണ്. സുജൂദ് ചെയ്യുന്നവരുടെ നെറ്റിത്തടത്തിൽ നരകം സ്പർശിക്കൂല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി ചോദിച്ചത്, നബിയെ എനിക്കും സ്വർഗം കിട്ടണം, എന്താ മാർഗം? നീ സുജൂദ് അധികരിപ്പിച്ചോ എന്ന് പറയുന്നുണ്ടല്ലോ. നബി എന്നെ സഹായിക്കൂ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നീ സുജൂദ് അധികരിപ്പിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് നേരങ്ങളിൽ സുജൂദ് അധികരിപ്പിക്കുന്നതിന് ഹദീസിൽ പ്രാധാന്യമായി വന്നിട്ടുണ്ട്. മക്കള് ശ്രദ്ധിക്കണം, ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച്. നിങ്ങൾ പരീക്ഷ എഴുതിയല്ലോ, പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് പടച്ചോന് പറയുക എന്നുള്ളത് വലിയൊരു ദൗത്യമായി ഏറ്റെടുക്കണം. പടച്ചോനെ, ഞാൻ അടുത്ത കൊല്ലം ഇത്തരം ക്ലാസ്സിലാണ്, അപ്പൊ റബ്ബേ എനിക്ക് ആ ക്ലാസ്സിൽ നന്നായി പഠിക്കാൻ, ടീച്ചർമാരുടെ മുന്നിൽ, കൂട്ടുകാരുടെ കൂടെ, കൂട്ടുകാരുടെ ഇടയിൽ എനിക്ക് നല്ല പേര് കിട്ടാൻ. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥനയാണ്. മറ്റുള്ളവർ എന്നെ നല്ലത് പറയണേ. അപ്പൊ കുട്ടികൾ ചെയ്യേണ്ട പ്രാർത്ഥന അതൊക്കെയായിരിക്കണം. എനിക്ക് നല്ല പേര് മറ്റുള്ളവരിൽ കിട്ടണം, നല്ല ബുദ്ധി കിട്ടണം, നല്ല വിവരം കിട്ടണം. ഇത് രക്ഷിതാക്കളും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മോന് നല്ല ബുദ്ധി ഉണ്ടാവണേ, നല്ല പഠിപ്പുണ്ടാവണേ, ഒരു കുട്ടികൾക്കിടയിൽ നല്ല അംഗീകാരം കൊടുക്കണേ, കുട്ടികൾക്കിടയിൽ നല്ല സ്വഭാവമാക്കി മാറ്റി കൊടുക്കണേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. രക്ഷിതാക്കന്മാരെ പ്രാർത്ഥിക്കണം. ആ രൂപത്തിൽ നാം നല്ല രൂപത്തിലേക്ക് പോവുക. മടിയില്ലാതിരിക്കുവാനുള്ള മാർഗങ്ങൾ ഒന്ന്, നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്, സമയത്തിന് ഉറങ്ങുക എന്നുള്ളതാണ്, അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം വയറിന് കൊടുക്കുക എന്നുള്ളതാണ്, വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളതാണ്, വെള്ളം മുറിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ഈ രൂപത്തിൽ മടി ഒഴിവാക്കാൻ ഇടയ്ക്കിടെ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മടി ഒഴിവാക്കുക. ഇതൊക്കെ ആധുനിക പഠനം നടത്തിയ അങ്ങനത്തെ ആൾക്കാരൊക്കെ പറയുന്ന മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക, ഇതൊക്കെ മടി ഒഴിവാക്കുവാനുള്ള കാരണങ്ങളായി പറയപ്പെടുന്നുണ്ട്. പിന്നെ കായികമായുള്ള പരിശീലനത്തിൽ ഏർപ്പെടുക, നമ്മൾ കളിക്കുക, അങ്ങനെ ബോഡി അനങ്ങുന്ന ജോലികളിൽ, കളികളിലൊക്കെ ഏർപ്പെടുക. ഇതൊക്കെ ആധുനികർ പറയുന്ന മടി ഇല്ലാതിരിക്കുവാനുള്ള മാർഗങ്ങളാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരീരം ഒന്ന് ഇളകണം, വ്യായാമം ഉണ്ടാവണം, നടക്കണം. ആ രൂപത്തിൽ ശരീരത്തിന് കൊടുക്കേണ്ട അധ്വാനവും വിശ്രമവും രണ്ടും കൊടുക്കണം. അല്ലാഹു രൂപത്തിൽ ഈമാനും തൗഫീഖും നമുക്ക് എല്ലാവരും നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നമ്മുടെ ആരോഗ്യം പരിപൂർണമായി ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പരിപൂർണമായും ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും ആരോഗ്യത്തോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എല്ലാം കാണുന്ന അർഹമുർ